Class 8 Geography. Hi students, welcome to our geography class for 8th standard students. Okay, let us start our new lesson, new chapter, Mineral and Power Resources. Minerals and Power Resources. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ മിനറൽസിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്, പവർ റിസോഴ്സിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്. അപ്പോൾ മിനറൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ വാട്ട് ആർ മിനറൽസ്? മിനറൽ, നിങ്ങൾ മിനറൽസ് ഉപയോഗിക്കാറുണ്ടോ? നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന സോൾട്ട്, ദെൻ പെൻസിലിനുള്ളിലെ ഏതാണ് ഗ്രാഫൈറ്റ്, ഇതൊക്കെ എന്താണ് മിനറൽസ് ആണ്. അപ്പോൾ നമുക്ക് മിനറൽസിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. A naturally occurring substance that has a definite chemical composition. Naturally occurring ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്, പക്ഷേ എന്തുണ്ട്, that have a chemical composition, ഒരു കെമിക്കൽ കോമ്പോസിഷനോട് കൂടിയുള്ള നാച്ചുറലി ഒക്കറിങ് സബ്സ്റ്റൻസിനാണ് എന്തെന്ന് പറയുന്നത്, മിനറൽസ് എന്ന് പറയുന്നത്. ഇനി മിനറൽസ് ആർ നോട്ട് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ സ്പേസ്. മിനറൽസ് ഒരിക്കലും ഇങ്ങനെ ഏത് സ്ഥലത്തും കാണാൻ കഴിയുന്നതല്ല. They are concentrated in a particular area or rock formation. Some minerals are found in areas which are easily accessible such as Arctic Ocean bed and Antarctica. അപ്പം ഇത് പ്രത്യേക ഏരിയയിൽ അല്ലെങ്കിൽ റോക്ക് ഫോർമേഷൻസിലൊക്കെ റോക്കിനാണ് ഉള്ളിലുമൊക്കെ ആയിട്ടാണ് മിനറൽസ് കാണുന്നത്. അപ്പം അതിൽ നിന്നൊക്കെ എടുക്കുന്നതാണ് മിനറൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ടൈപ്സ് ഓഫ് മിനറൽസ്, മിനറൽസിന് ഒരുപാട് ഒന്നിന് കൂടുതൽ കാര്യങ്ങളുടെ ബേസിൽ നമുക്ക് മിനറൽസിനെ ഡിവൈഡ് ചെയ്യാം. ടൈപ്സ് ഓഫ് മിനറൽസ്, മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക്. മെറ്റാലിക് മിനറൽസ് മീൻസ് റോ ഫോം ഓഫ് മിനറൽ. മിനറൽസിന്റെ റോ ഫോം ആണ്, അതായത് പച്ചയായിട്ടുള്ള റോ ഫോം ആണ് മെറ്റാലിക് മിനറൽസ് എന്ന് പറയുന്നത്. നോൺ മെറ്റാലിക് എന്ന് പറഞ്ഞാൽ ഡസ് നോട്ട് കണ്ടെയ്ൻ മെറ്റൽസ്. ഇതിനകത്ത് എന്ത് കാണത്തില്ല, മെറ്റൽസ് കാണില്ല. മെറ്റാലിക് മിനറൽസിനെ തന്നെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, ഫെറസ് ആൻഡ് നോൺ ഫെറസ്. ഫെറസ് മീൻസ് അയൺ കണ്ടന്റ് ഉണ്ടായിരിക്കും. നോൺ ഫെറസ് എന്ന് പറയുമ്പോൾ ഗോൾഡ്, സിൽവർ ഒക്കെ അയൺ കണ്ടന്റ് ഇല്ലാത്തതായിരിക്കും. അപ്പൊ ഇങ്ങനെ മെറ്റാലിക്കിനെ തന്നെ വീണ്ടും രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. നോൺ മെറ്റാലിക് എന്ന് പറയുമ്പോൾ ഡസ് നോട്ട് കണ്ടെയ്ൻ മെറ്റൽസ്. മെറ്റൽസ് ഇതിനകത്ത് അടങ്ങിയിട്ടില്ല. എക്സാമ്പിൾ ആണ് ലൈംസ്റ്റോൺ, മൈക്ക, ജിപ്സം, പിന്നെ കോൾ, പെട്രോളിയം. ഇതൊക്കെ എന്താണ്, നോൺ മെറ്റാലിക്കിനകത്ത്. ഇത്രയും കാര്യം മനസ്സിലായോ? ദെൻ നെക്സ്റ്റ് എക്സ്ട്രാക്ഷൻ ഓഫ് മിനറൽസ്. ഈ മിനറൽസിനെ എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം? എങ്ങനെയാണ് മിനറൽസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്? ദർ ആർ 3 മെത്തേഡ്സ്: മൈനിങ്, ഡ്രില്ലിംഗ് ആൻഡ് ക്വാറി. മൈനിങ്, ഡ്രില്ലിംഗ് ആൻഡ് ക്വാറി. Mining means the process of taking out minerals from rock. The process of taking out minerals. മിനറൽസിനെ എടുക്കുന്നു എവിടെ നിന്നാണ്? ഫ്രം റോക്സ്, റോക്കിൽ നിന്നും. ബറീഡ് അണ്ടർ ദ എർത്ത് സർഫസ് ഈസ് കോൾഡ് മൈനിങ്. മൈൻ ചെയ്യുക, ഖനനം ചെയ്യുക, അതൊക്കെയാണ്. മിനറൽസ് ദാറ്റ് ലൈ അറ്റ് ഷാലോ ഡെപ്ത് ആർ ടേക്കൺ ഔട്ട് ബൈ റിമൂവിങ് ദ സർഫസ് ലെയർ. ദിസ് ഈസ് നോൺ ആസ് ഓപ്പൺ കാസ്റ്റ് മൈനിങ്. അതായത് ആഴ കൂടുതലുള്ളത് കൊണ്ട് കുറവുള്ളതുണ്ട്. അപ്പോൾ ആഴ കുറവുള്ളിടത്ത് നടത്തുന്ന മൈനിങ് ആണ് ഓപ്പൺ കാസ്റ്റ് മൈനിങ്. ദെൻ ഡീപ്പ് ബോർ, നിങ്ങൾ കുഴൽ കിണറൊക്കെ കണ്ടില്ലേ? അപ്പോൾ അത് നല്ല ഡെപ്ത് ആയിട്ടുള്ളതാണ്. അങ്ങനെയുള്ളത് ഡീപ്പ് ബോർസ് കോൾഡ് ഷാഫ്റ്റ്. ഹൗ ടു ബി മെയ്ഡ് ടു റീച്ച് മിനറൽ ഡെപ്പോസിറ്റ് that lie at great depth. നല്ല ഡെപ്തിലുള്ളതാണ്. ദിസ് ഈസ് കോൾഡ് ഷാഫ്റ്റ് മൈനിങ്. ഇതിനാണ് എന്ത് പറയുന്നത്, ഷാഫ്റ്റ് മൈനിങ് എന്ന് പറയുന്നത്. പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഒക്കർ ഫാർ ബിലോ ദ എർത്ത് സർഫസ്. ഡീപ്പ് വെൽസ് ആർ ബോർഡ് ടു ടേക്ക് ദം ഔട്ട്. ദിസ് ഈസ് കോൾഡ് ഡ്രില്ലിംഗ്. ഡീപ്പ് വെൽ, നല്ല ആഴമുള്ള കിണറുകൾ, ആർ ബോർഡ് ടു ടേക്ക് ദം ഔട്ട്. ദിസ് ഈസ് കോൾഡ്, ഡ്രില്ല് ചെയ്താണ് ഒരുപാട് ഡെപ്തിലേക്ക് പോകുന്നത്. ഇതിനാണ് ഡ്രില്ലിംഗ് എന്ന് പറയുന്നത്. മിനറൽസ് ദാറ്റ് ലൈ നിയർ ദ സർഫസ് ആർ സിംപ്ലി ഡഗ് ഔട്ട്. അതായത് വെറുതെ വലിയ ആഴത്തിലൊന്നും അല്ലാതെ വെറുതെ സിംപ്ലി ഡഗ് ഔട്ട്, വെറുതെ ഡഗ് ചെയ്യുമ്പം മിനറൽസ് എടുക്കുന്നത് ആണ്
എന്ത് ദ പ്രോസസ് ഈസ് നോൺ ആസ് ക്വാറി. അപ്പോൾ മൂന്നായിട്ട് തിരിക്കുന്നു: മൈനിങ്, ഡ്രില്ലിംഗ്, ക്വാറി. മൈനിങ്ങിനെ തന്നെ വീണ്ടും അഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു ടു: ഓപ്പൺ കാസ്റ്റ് മൈനിങ് ആൻഡ് ഷാഫ്റ്റ് മൈനിങ്. ഓക്കെ, ക്ലിയർ? ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മിനറൽസ്. മിനറൽസിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ്. മിനറൽസ് ഒക്കർ ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോക്സ്. പറഞ്ഞല്ലോ, മിനറൽസ് പല ടൈപ്പ് റോക്കുകളിൽ പ്രസൻ്റ് ആണ്. സം ആർ ഫൗണ്ട് ഇൻ ഇഗ്നീഷ്യസ് റോക്സ്. നമ്മൾ പഠിച്ചതാണ് റോക്സിൻ്റെ പല ടൈപ്പ്. ഇഗ്നീഷ്യസ് റോക്സിൽ ചിലത് കാണാം. സം ഇൻ മെറ്റമോർഫിക് റോക്സ് വൈൽ അതേഴ്സ് ആർ ഇൻ സെഡിമെൻ്ററി റോക്സ്. ഈ മൂന്നും ഓർക്കുന്നുണ്ടല്ലോ. ജനറലി മെറ്റാലിക് മിനറൽസ് ആർ ഫൗണ്ട് ഇൻ ഇഗ്നീഷ്യസ് ആൻഡ് സാധാരണയായിട്ട് മെറ്റാലിക് മിനറൽസ് എവിടെ കാണുന്നു? ഇഗ്നീഷ്യസ് റോക്സിലും മെറ്റമോർഫിക് റോക്സിലുമാണ് കാണുന്നത്. ദാറ്റ് ഫോം ലാർജ് പ്ലേറ്റ്യൂസ്. അയൺ ഓർ ഇൻ നോർത്ത് സ്വീഡൻ, കോപ്പർ ആൻഡ് നിക്കൽ ഡെപ്പോസിറ്റ് ഇൻ ഓൺടാറിയോ, കാനഡ. അയൺ, nickel, chromite and platinum in South Africa are examples of minerals found in igneous and metamorphic. ഇപ്പം സാധാരണയായിട്ട് ഇഗ്നീഷ്യസ് റോക്സിലും അതുപോലെ തന്നെ മെറ്റമോർഫിക് റോക്സിലുമാണ് കൂടുതലായിട്ട് കാണുന്നത്. സെഡിമെൻ്ററി റോക്സ് ഫോർമേഷൻ ഓഫ് പ്ലെയിൻ ആൻഡ് യങ് ഫോൾഡ് മൗണ്ടൻസ് കണ്ടെയ്ൻ നോൺ മെറ്റാലിക് മിനറൽസ് ലൈക്ക് ലൈംസ്റ്റോൺ പോലുള്ള മിനറൽസ് ആണ് സെഡിമെൻ്ററി റോക്സുകളിൽ നിന്നും കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് മിനറൽ ഫ്യൂവൽസ് സച്ച് ആസ് കോൾ ആൻഡ് പെട്രോളിയം ആർ ഫൗണ്ട് ഇൻ സെഡിമെൻ്ററി സ്ട്രാറ്റ. അപ്പോൾ നോക്കിയാൽ ഓരോ സ്ഥലത്തെ നമ്മൾ ഡിസ്ട്രിബ്യൂഷനാണ് പഠിക്കുന്നത്. ഏഷ്യ, ചൈന ആൻഡ് ഇന്ത്യ ഹാവ് ലാർജ് അയൺ ഓർ ഡെപ്പോസിറ്റ്. അയൺ ഓറിൻ്റെ ഡെപ്പോസിറ്റ് ഏറ്റവും കൂടുതലുള്ള ചൈനയിലും ഇന്ത്യയിലുമാണ്. ദ കോണ്ടിനെൻറ്റ്, ഇതിൽ നിന്ന് വൺ വേർഡ് പ്രതീക്ഷിക്കാം. The continent produce more than half of the world's tin. China, Malaysia and Indonesia are among the world's leading tin producers. Tin ഏറ്റവും കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ചൈന, മലേഷ്യ, ഇന്തോനേഷ്യ. ചൈന ഓൾസോ ലീഡ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ലെഡ്, ആൻറ്റിമണി ആൻഡ് ടങ്സ്റ്റൺ. ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്യുന്നത് ചൈനയാണ്. Asia also has deposit of manganese, bauxite, nickel, zinc and copper. Then യൂറോപ്പിലെ കാര്യങ്ങളാണ്. യൂറോപ്പ് ഈസ് ദ ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് അയൺ ഓർ. അയൺ ഓർ ഏറ്റവും കൂടുതൽ വേൾഡിൽ ഏറ്റവും കൂടുതൽ അയൺ ഓർ പ്രൊഡ്യൂസ് ചെയ്യുന്ന തരത്തിൽ ലീഡ് ചെയ്യുന്നത് യൂറോപ്പാണ്. ദ കൺട്രീസ് വിത്ത് ലാർജ് ഡെപ്പോസിറ്റ് ഓഫ് അയൺ ഓർ ആർ റഷ്യ, ഉക്രൈൻ, സ്വീഡൻ ആൻഡ് ഫ്രാൻസ്. Minerals deposit of copper, lead, zinc, manganese and nickel are found in Eastern Europe and European Russia. ഇനി ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡ് ഹാസ് നോ നോൺ മിനറൽ ഡെപ്പോസിറ്റ് ഇൻ ഇറ്റ്. സ്വിറ്റ്സർലൻഡിൽ ഒരു മിനറൽ ഡെപ്പോസിറ്റും ഉള്ളതായിട്ട് കണക്കാക്കപ്പെട്ടിട്ടില്ല. ദെൻ നോർത്ത് അമേരിക്ക. അപ്പം ഒരു മിനറൽസും ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തത്, ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഏത് രാജ്യമാണ്? സ്വിറ്റ്സർലൻഡ്. നോർത്ത് അമേരിക്ക. ദ മിനറൽ ഡെപ്പോസിറ്റ് ഇൻ നോർത്ത് അമേരിക്ക ആർ ലൊക്കേറ്റഡ് ഇൻ 3 സോൺസ്. 3 സോണുകളിലായിട്ടാണ് നോർത്ത് അമേരിക്കയിൽ മിനറൽസ് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. കനേഡിയൻ റീജിയൻ നോർത്ത് ഓഫ് ദ ഗ്രേറ്റ് ലേക്സ്, ദ അപ്പലാച്ചിയൻ റീജിയൻ ആൻഡ് ദ മൗണ്ടെയിൻ റേഞ്ചസ് ഓഫ് ദ വെസ്റ്റ്. അയൺ ഓർ, നിക്കൽ, ഗോൾഡ്, യുറേനിയം ആൻഡ് കോപ്പർ ആർ മൈൻഡ്. ഈ പറയുന്ന, അതായത് അയണ്, നിക്കല്, യുറേനിയം ആൻഡ് കോപ്പർ, ഇതെല്ലാം കനേഡിയൻ റീജിയനിൽ നിന്നും, കോൾ ഇൻ ദ അപ്പലാച്ചിയൻ റീജിയൻ, കോൾ ആണ് കൽക്കരി, കോൾ അപ്പലാച്ചിയൻ റീജിയനിൽ നിന്നും. വെസ്റ്റേൺ കോട്രിലേഴ്സ് ഹാവ് വാസ്റ്റ് ഡെപ്പോസിറ്റ് ഓഫ് കോപ്പർ. വെസ്റ്റ് റീജിയനിൽ നിന്നും ഏതൊക്കെയാണ്? ഗോൾഡ്, സിങ്ക്, ലെഡ്, കോപ്പർ ആൻഡ് സിൽവർ. അപ്പോൾ ഈ 3 റീജിയൻസിലും ആ 3 റീജിയൻസിൽ ഏതെല്ലാം മിനറൽസാണ് പ്രസൻ്റ് ആയിരിക്കുന്നതെന്നും പഠിക്കുക. ദെൻ സൗത്ത് അമേരിക്ക. ബ്രസീൽ ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഹൈ ഗ്രേഡ് അയൺ ഓർ ഇൻ ദ വേൾഡ്. വേൾഡിലെ തന്നെ
ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഹൈ ഗ്രേഡ് അയൺ. ഹൈ ഗ്രേഡിലുള്ള അയൺ ഓർ പ്രസൻ്റ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബ്രസീൽ. ചിലി ആൻഡ് പെറു ആർ ലീഡിംഗ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് കോപ്പർ. കോപ്പർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ലീഡ് ചെയ്യുന്നത് ചിലി ആൻഡ് പെറു. ബ്രസീൽ ആൻഡ് ബൊളീവിയ ആർ എമംഗ് ദ വേൾഡ്സ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ടിൻ. ടിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ബ്രസീലും ബൊളീവിയയും. സൗത്ത് അമേരിക്ക ഓൾസോ ഹാസ് ലാർജ് ഡെപ്പോസിറ്റ് ഓഫ് ഗോൾഡ്, സിൽവർ, സിങ്ക്, chromium, manganese, bauxite, mica, platinum, asbestos and diamond. Mineral oil is found in Venezuela, Argentina, Chile, Peru and Colombia. ഇപ്പം സൗത്ത് അമേരിക്കയിലെ കാര്യം പറഞ്ഞാൽ ബ്രസീലിൻ്റെ കാര്യം ഓർക്കുക, ചിലി, പെറു ഓർക്കുക. ദെൻ ആഫ്രിക്ക. Africa is rich in mineral resource. It is the world's largest producer of diamond. കണ്ടോ, ഡയമണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ. ഡയമണ്ട്, ഗോൾഡ്, പ്ലാറ്റിനം ഇതൊക്കെ ഏറ്റവും കൂടുതൽ ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ ആൻഡ് സെർ പ്രൊഡ്യൂസ് എ ലാർജ് പോർഷൻ ഓഫ് ദ വേൾഡ്സ് ഗോൾഡ്. ഗോൾഡ് ലോകത്തിലെ തന്നെ ഗോൾഡ് ഏറ്റവും കൂടുതൽ ഗോൾഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യങ്ങളാണ് സിംബാബ്വെ, സൗത്ത് ആഫ്രിക്ക, സെർ. ദ അതർ മിനറൽസ് ഫൗണ്ട് ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിൽ ഗോൾഡ് അല്ലാതെ വേറെ ഏതൊക്കെയാണ്? കോപ്പറുണ്ട്, അയണോറുണ്ട്, ക്രോമിയം, യുറേനിയം, കൊബാൾട്ട്, ബോക്സൈറ്റ്. അതുകൂടാതെ തന്നെ ഓയിൽ ഈസ് ഫൗണ്ട് ഇൻ നൈജീരിയ. നൈജീരിയയിൽ ഓയിൽ കാണുന്നുണ്ട്. ദെൻ ലിബിയ ആൻഡ് അങ്കോള. ദെൻ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ബോക്സൈറ്റ്. ഇതൊക്കെ ചോദിക്കാം. ബോക്സൈറ്റ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആരാണ് വേൾഡിൽ? ഓസ്ട്രേലിയ. ഇറ്റ് ഈസ് എ ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് ഗോൾഡ്, ഡയമണ്ട്, അയൺ. ഈ കാര്യങ്ങളിലെല്ലാം ഗോൾഡ്, ഡയമണ്ട്, അയണോർ, ടിൻ, നിക്കൽ ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ലീഡിംഗ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ റിച്ച് ഇൻ കോപ്പർ, ലെഡ്, സിങ്ക് ആൻഡ് മാംഗനീസ്. കാൽഗൂർലി and Coolgardie areas of western Australia have the largest deposit of gold. ഗോൾഡിൻ്റെ ലാർജസ്റ്റ് ഡെപ്പോസിറ്റ് കാണുന്ന ഓസ്ട്രേലിയയിലെ രണ്ട് ഭാഗങ്ങളാണ് കാൽഗൂർലി ആൻഡ് കൂൾഗാർഡി. തിരിച്ചും മറിച്ചും പേരോർക്കുക. അന്റാർട്ടിക്ക. ദ ജിയോളജി ഓഫ് അന്റാർട്ടിക്ക ഈസ് സഫിഷ്യൻറ്റ് വെൽ നോൺ ടു predict the existence of variety of mineral deposit. Some probably large, significant size of deposit of coal in Transantarctic Mountain and iron near the Prince Charlie Mountains of East Antarctica is forecasted. Iron ore, gold, silver and oil are also present in commercial quantities. അപ്പം വേൾഡിലെ ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ തീരുന്നു. അടുത്ത ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ എന്തെല്ലാം മിനറൽസ് ഉണ്ടെന്ന് നോക്കാം. Iron. India has deposit of high grade iron ore. The mineral is found mainly in Jharkhand, Orissa, Chhattisgarh, Madhya Pradesh, Goa, Maharashtra and Karnataka. Then bauxite. Major bauxite producing areas Jharkhand, Orissa, Chhattisgarh, Madhya Pradesh, Gujarat, Maharashtra and Tamil Nadu. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതലായിട്ട് ഉള്ള മിനറൽസ്. ദെൻ മൈക്ക എവിടെയാണെന്ന് നോക്കി. മൈക്ക ഡെപ്പോസിറ്റ് മെയിൻലി ഓക്കർ ഇൻ ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡ്, ബീഹാർ, ആന്ധ്രാപ്രദേശ് ആൻഡ് രാജസ്ഥാൻ. ഈ സ്ഥലങ്ങളിലാണ് മൈക്ക കൂടുതലായിട്ട് കാണുന്നത്. ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആൻഡ് എക്സ്പോർട്ടർ ഓഫ് മൈക്ക ഇൻ ദ വേൾഡിലെ തന്നെ ലാർജസ്റ്റ് എക്സ്പോർട്ടറും അതുപോലെ തന്നെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് മൈക്ക ഏറ്റവും കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ തന്നെയാണ്, ഇന്ത്യ. ദെൻ കോപ്പർ. ഇറ്റ് ഈസ് മെയിൻലി പ്രൊഡ്യൂസ്ഡ് ഇൻ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, കർണാടക ആൻഡ് ആന്ധ്രാപ്രദേശ്. മാംഗനീസ്. ഇന്ത്യാസ് മാംഗനീസ് ഡെപ്പോസിറ്റ് ലൈൻ മഹാരാഷ്ട്രയിലാണ് മാംഗനീസ് ഡെപ്പോസിറ്റ്. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒറീസ, കർണാടക ആൻഡ് ആന്ധ്രാപ്രദേശ്. ലൈംസ്റ്റോൺ, ചുണ്ണാമ്പുകല്ല്. മേജർ ലൈംസ്റ്റോൺ പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ: ബീഹാർ, ജാർഖണ്ഡ്, ഒറീസ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, ഗുജറാത്ത് ആൻഡ് തമിഴ്നാട്. ദെൻ ഗോൾഡ്. അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. കോളാർ ഇൻ കർണാടക. കർണാടകയിലെ കോളാർ ഖനികളിലാണ് ഏറ്റവും കൂടുതൽ ഹാസ് ഡെപ്പോസിറ്റ് ഓഫ് ഗോൾഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോൾഡ്
ഉള്ളത് ഗോൾഡിൻ്റെ അവിടെ നിന്നാണ് ഗോൾഡ് മൈൻ ചെയ്തെടുക്കുന്നത്. കോലാർ ഇൻ കർണാടക. ദീസ് മൈൻസ് ആർ എമംഗ് ദ ഡീപ്പസ്റ്റ് ഇൻ ദ വേൾഡ് വിച്ച് മേക്സ് മൈനിങ് ഓഫ് ദിസ് ഏരിയ ഓർ എ വെരി എക്സ്പെൻസീവ് പ്രോസസ്സ്. ഈ ഗോൾഡ് മൈനിങ് എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആണ്. ദെൻ ലാസ്റ്റ് വൺ, സോൾട്ട്. ഇറ്റ് ഈസ് ഒബ്റ്റെയിൻ ഫ്രം സീ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കടലിൽ നിന്നാണ് ഉപ്പ് കിട്ടുന്നത് അല്ലേ. ലേക്സ്, റോക്സ്. ഇന്ത്യ ഈസ് വൺ ഓഫ് ദ വേൾഡ്സ് ലീഡിംഗ് പ്രൊഡ്യൂസർ ആൻഡ് എക്സ്പോർട്ടേഴ്സ് ഓഫ് സോൾട്ട്. സോൾട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലും സോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിലും ലീഡ് ചെയ്യുന്ന ഒരു, ലോകത്തിലെ തന്നെ ലീഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഓക്കെ, ഇനി നമ്മുടെ മിനറൽസിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മിനറൽസ് ആർ യൂസ്ഡ് ഇൻ മെനി ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്നുണ്ട്. മിനറൽസ് വിച്ച് ആർ യൂസ്ഡ് ഫോർ ജെംസ് ആർ യൂഷ്വലി ഹാർഡ്, വളരെ ഹാർഡാണ്. അതുപോലെ തന്നെ വേരിയസ് സ്റ്റൈൽസ് ഫോർ ജ്വല്ലറി. കോപ്പർ ഈസ് അനദർ മെറ്റൽ യൂസ്ഡ് ഇൻ എവറിത്തിങ് ഫ്രം കോയിൻസ് ടു പൈപ്പ്. കോയിൻസ് മുതൽ പൈപ്പ്സ് വരെ ഉണ്ടാക്കാൻ കോപ്പർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ സിലിക്കൺ കമ്പ്യൂട്ടർ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അലൂമിനിയം ഒബ്റ്റെയിൻ ഫ്രം ഇറ്റ്സ് ഓർ ബോക്സൈറ്റ്. അലൂമിനിയം ബോക്സൈറ്റിൽ നിന്നുമാണ് ഉണ്ടാക്കുന്നത്. യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽസ് ആൻഡ് എയർപ്ലെയിൻസ്, ബോട്ട്ലിംഗ് ഇൻഡസ്ട്രി, ബിൽഡിങ്സ് ആൻഡ് ഈവൻ ഇൻ കിച്ചൺ കുക്ക്വെയർ. കണ്ടോ, അങ്ങനെ എല്ലാ മേഖലകളിലും മിനറൽസ് ഇല്ലാതെ നമുക്ക് സാധ്യമല്ല. അതേ രീതിയിൽ തന്നെ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്നതാണ്. ദെൻ കൺസർവേഷൻ ഓഫ് മിനറൽസ്. മിനറൽസ് ആർ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആണ്. ഇറ്റ് ടേക്സ് thousands of years ഫോർ ദ ഫോർമേഷൻ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് മിനറൽസ്. ഏതെങ്കിലും ഒരു മിനറൽസ് പെട്ടെന്ന് ഉണ്ടാക്കാനാവുന്നതല്ല, ഒരുപാട് വർഷങ്ങൾ കൊണ്ടുണ്ടായി വരുന്നതാണ്. ദ റേറ്റ് ഓഫ് ഫോർമേഷൻ ഈസ് മച്ച് സ്മോളർ ദാൻ ദ റേറ്റ് അറ്റ് വിച്ച് ദ ഹ്യൂമൻസ് കൺസ്യൂം ദീസ് മിനറൽസ്. അതുകൊണ്ട് തന്നെ മിനറൽസ് ഉപയോഗിക്കുന്ന കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ വേണം. It is necessary to reduce wastage in the process of mining. Recycling of metal is another way in which the mineral resource can be conserved. So minerals conserve ചെയ്യാനായിട്ട് നമുക്ക് 3R ഓർത്തിരിക്കാം. 3R ഏതൊക്കെയാണ്? നമ്മൾ റീയൂസ്, റെഡ്യൂസ്, റീസൈക്കിൾ. ഓക്കെ, റീയൂസ്, റെഡ്യൂസ്, റീസൈക്കിൾ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഈ പോർഷൻ മിനറൽസ് എന്നുള്ള ആ ടോപ്പിക് അവിടെ കംപ്ലീറ്റ് ആവുന്നു. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചു നോക്കുക. ഇതിൽ കുറേ വൺ വേർഡ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന സ്ഥലങ്ങളും ആ പ്ലേസസ് ഒന്നും അങ്ങനെ എല്ലാവരും അങ്ങനെ ബൈ ഹാർട്ട് ചെയ്യേണ്ട. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ലീഡിങ് പ്രൊഡ്യൂസേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ബോക്സൈറ്റ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്, അങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാമിന് വരുന്നതാണ്. എന്ന് പറഞ്ഞ് അതിലുള്ള എല്ലാ പ്ലേസസും കാണാതെ പഠിക്കേണ്ടതാണ്. ഓക്കെ, so thank you.